ദില്ലി മദ്യനയ കേസിൽ ഗോവയുടെ ചുമതലയുള്ള AAP നേതാവിൻ്റെ വസതിയിലടക്കം ED റെയ്ഡ്. AAP നേതാവ് ദീപക് സിംഗ്ലയുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ചണ്ഡീഗഡിൽ 20ഇടത്തും ED റെയ്ഡ് നടത്തുന്നു. വിശദാംശങ്ങളുമായി സിബി ചേരുന്നു. സിബി, ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ ആരെയും കേന്ദ്ര സർക്കാർ വെറുതെ വിടുന്നില്ല. ഓരോ നേതാക്കന്മാരുടെയും വീടുകളിൽ EDയുടെ റെയ്ഡ് തുടരുകയാണ്. സിബി, ക്ഷമ ഇന്നിപ്പോൾ ഗോവയുടെ ചുമതലയുള്ള AAP നേതാവ് ദീപക് സിംഗ്ലയുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. ദീപക് സിംഗ്ലയുടെ ദില്ലിയിലെയും അതോടൊപ്പം തന്നെ NCRയുടെയും വസതിയിൽ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തുന്നുണ്ട്. ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ അന്വേഷണം നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള റെയ്ഡാണെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും ഈ ഗോവയിൽ ഈ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണം അവിടെ എല്ലാത്തിനെയും ഹവാല പണം ഇറക്കിയെന്നും ഈ മദ്യനയ കേസിന്റെ ഇതിലൂടെ ലഭിച്ച ഈ കൈക്കൂലി എല്ലാത്തിനെയും ഗോവയിലെയും അതുപോലെ തന്നെ പഞ്ചാബിലെയും തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ചു എല്ലാത്തിനെയും ED കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു റെയ്ഡ് എന്നുള്ളത് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത്തെ നേതാവിന്റെ വീട്ടിലാണ് ED ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം 23-ന് ആം ആദ്മി പാർട്ടിയുടെ മട്ടിയാലയിൽ നിന്നുള്ള MLA ആയ ഗുലാബ് സിംഗ് യാദവിന്റെ വീട്ടിലും ED റെയ്ഡ് നടത്തിയിരുന്നു. ഇന്നിപ്പോൾ ഈ ദീപക് സിംഗ്ലയുടെ വീട്ടിലും റെയ്ഡ് എടുത്തു. ദീപക് സിംഗ് കഴിഞ്ഞ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ AAPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് വിശ്വാസ് നഗറിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇപ്പോൾ ഗോവയുടെ ചുമതലക്കാരനാണ്. അതുകൂടാതെ MCDയുടെ ദില്ലിയിലെ MCDയുടെ സഹ ചുമതലക്കാരനുമാണ് ഈ ദീപക് സിംഗ്. അപ്പൊ ദീപക് സിംഗിന്റെ വീട്ടിലാണ് EDയുടെ റെയ്ഡ് പുരോഗമിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ED വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ ഈ ദില്ലി മദ്യനയ കേസുമായി ബന്ധപ്പെട്ടുള്ള റെയ്ഡ് തന്നെയാണ് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിബിയാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ എതിരാളികളെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. ഓരോ പാർട്ടികളുടെയും നേതാക്കന്മാരെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്ത് അവരെ ജയിലിനുള്ളിലാക്കുക എന്ന സമീപനം അവർ തുടർച്ചയായി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്.